കൂട്ടുകാരെ, പ്രപഞ്ചം സത്യത്തിലേക്ക് തിരഞ്ഞെടുത്തവർക്കല്ലാതെ ഈ വീഡിയോ കാണാനോ ഇത് പൂർണ്ണമായി കണ്ടു തീർക്കാനോ സാധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഈ വീഡിയോയിൽ ഒരു മനുഷ്യൻ്റെ മരണം, സ്വർഗം, ജീവിതം, നരകം, കർമ്മങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആകയാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയിലൂടെ ജീവിതത്തിൽ ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ തന്നെ മാറ്റുന്നതിന് തുല്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഓരോ വ്യക്തിയിൽ നിന്നാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ള പല വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. ആകയാൽ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട യോഗ്യരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നാം എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അത് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം എന്തിനാണ് മരണത്തെ സൃഷ്ടിച്ചത്? മനുഷ്യന് മരണമില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. വളരെ ആഴമുള്ളൊരു ദാർശനിക ആത്മീയ ചോദ്യമാണിത്, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ. എന്നാൽ മനുഷ്യൻ്റെ ബുദ്ധിക്കും അനുഭവങ്ങൾക്കും എളുപ്പം പിടിക്കാവുന്ന രീതിയിൽ പറയാം. എന്തിന് ദൈവം മരണത്തെ സൃഷ്ടിച്ചു? ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരാണ് പ്രവൃത്തിയിൽ ഉത്തമൻ എന്ന് പരീക്ഷിക്കാനായി അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചുവെന്ന്. സൂറത്ത് മുൽക്ക് 67:2. ശ്രദ്ധിക്കുക, ജീവിതത്തിന് മുമ്പ് ഖുർആൻ മരണം പറയുന്നു. കാരണം മരണമില്ലെങ്കിൽ ജീവിതത്തിന് യാതൊരു മൂല്യവും ഉണ്ടായിരിക്കുകയില്ല. മരണം ഉണ്ടാക്കിയതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ജീവിതത്തിന് അർത്ഥം നൽകാൻ വേണ്ടിയാണ്. സമയം പരിധിയുള്ളതാകുമ്പോഴാണ് മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള ചിന്തയുണ്ടാകുന്നത്. എല്ലാം ഈ ലോകത്ത് നിത്യമായിരുന്നുവെങ്കിൽ മനുഷ്യന് എന്ത് ഉത്തരവാദിത്തമായിരിക്കും ഈ ലോകത്തുണ്ടാവുക? നീതിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുമാണ് മരണം ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്ത് പല ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടാതെ മരിക്കുന്നുണ്ട്. പല സന്മാർഗികൾ കഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മരണമില്ലെങ്കിൽ അന്ത്യന്യായം അസാധ്യമാണ്. അഹങ്കാരം തകർക്കാൻ ഞാൻ ശാശ്വതനാണ് എന്ന ബോധം വന്നാൽ മനുഷ്യൻ ദൈവത്തെ പോലും നിഷേധിക്കും. അടുത്ത ജീവിതത്തിലേക്കുള്ളൊരു കവാടം. ഇസ്ലാമിൽ മരണം ഒരവസാനമല്ല, അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള പരിവർത്തനമാണ്. മരണമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. നാളെ ഇല്ല എന്ന ബോധമില്ലെങ്കിൽ പാപം ചെയ്യാൻ യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഹിറ്റ്ലറെ പോലെയുള്ളവർ ഒരിക്കലും അവസാനിക്കത്തില്ല. മരണമില്ലാത്ത കാലത്തോളം അവർ ഈ ലോകത്ത് അവരുടെ ദുഷ്ടതകൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇരകൾക്കൊരിക്കലും നീതി കിട്ടുകയില്ല. സ്നേഹത്തിനും വില ഉണ്ടാവത്തില്ല. വേർപാടില്ലെങ്കിൽ ബന്ധങ്ങൾക്ക് ആഴമില്ല. ഭൂമിയിൽ ജീവിക്കൽ അസാധ്യമായി മാറിയാനെ. ജനസംഖ്യ നിയന്ത്രണമില്ലാതെ ഉയരും. ഈ ഭൂമിയിലുള്ള വിഭവങ്ങൾ തീർന്നു പോകും. മനുഷ്യൻ മനുഷ്യൻ്റെ തന്നെ ശത്രുവായി മാറും. ഇവിടെ ഈമാൻ അർത്ഥശൂന്യമായി മാറും. പരീക്ഷയില്ലെങ്കിൽ എന്ത് വിശ്വാസം? വിശ്വാസം വെറും വിവരം മാത്രമായി മാറും. ഒരു ശക്തമായ ഉപമ നമുക്ക് നോക്കാം. ഒരു പരീക്ഷയ്ക്ക് സമയമില്ല എങ്കിൽ പേപ്പർ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുത്താൽ മതിയെങ്കിൽ ആ പരീക്ഷയ്ക്ക് എന്ത് മൂല്യമാണുള്ളത്? ഇസ്ലാമിൻ്റെ അതിമനോഹരമായ കാഴ്ചപ്പാട് ഇങ്ങനെ: മരണം ശിക്ഷയല്ല, മരണം ക്രൂരതയുമല്ല, മരണം നീതിയിലേക്കുള്ള ഒരു വഴിയായിട്ട് കാണുന്നു. മരണം യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു വാതിലായിട്ടും പറയുന്നു. പ്രവാചകൻ പറയുന്നു, ബുദ്ധിമാന്മാർ മരണം കൂടുതൽ ഓർക്കുന്നവനാണ് എന്ന്. മരണം ഓർക്കുമ്പോൾ അനീതി കുറയും, സ്നേഹം വർദ്ധിക്കും, ജീവിതം അർത്ഥവത്താകും. ഈ ചോദ്യം തന്നെയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദാർശനികമായ ആത്മീയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനമെന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം, മനുഷ്യൻ ഭയപ്പെടുന്ന എല്ലാത്തിൻ്റെയും അടിത്തറ ഒന്നാണ് മരണം. ദാരിദ്ര്യം, രോഗം, ഏകാന്തത, പരാജയം ഇവയെല്ലാം അവസാനം നയിക്കുന്നത് ഒരിടത്തേക്കാണ്, അസ്തിത്വത്തിൻ്റെ അവസാനത്തിലേക്ക്. എന്നാൽ വിചിത്രമായി മരണം ഏറ്റവും അധികം ഭയപ്പെടുന്നവൻ തന്നെയാണ് ജീവിതത്തെ ഏറ്റവും ലഘുവായി കാണുന്നത്. ഖുർആൻ മരണത്തെ എങ്ങനെ കാണുന്നു? നിങ്ങളിൽ ആരാണ് പ്രവൃത്തിയിൽ ഉത്തമൻ എന്ന് പരീക്ഷിക്കാനായി അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, ജീവിതത്തിന് മുമ്പ് ഖുർആൻ പറയുന്നത് മരണത്തെക്കുറിച്ചാണ്. കാരണം മരണമില്ലെങ്കിൽ ജീവിതം പരീക്ഷയാവില്ല. നിങ്ങൾ ഒരിക്കലും മരിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് നീതി ആവശ്യമുണ്ടാകുമോ? ഇനി നമുക്ക് മനഃശാസ്ത്രത്തെ ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നത് വളരെ വിശാലമായ ഒരു വിഷയം തന്നെയാണ്. ആധുനിക മനഃശാസ്ത്രം പെരുമാറ്റത്തെയും ചിന്തകളെയും പഠിക്കുമ്പോൾ ഇസ്ലാമിക മനഃശാസ്ത്രം മനുഷ്യൻ്റെ ആത്മാവിനും ധാർമ്മികതയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് നോക്കാം. ഇസ്ലാം അനുസരിച്ച് ഈ ലോകം ഒരു പരീക്ഷണശാലയാണ്. മരണമില്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന നന്മകൾക്കും തിന്മകൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന വിധിദിനം അർത്ഥശൂന്യമാകും. ഉത്തരവാദിത്തമില്ലായ്മ. മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം അവസാനിക്കുമെന്ന ചിന്തയാണ് മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. മരണമില്ലെങ്കിൽ മനുഷ്യൻ അഹങ്കാരിയാകാനും ദൈവഭയമില്ലാതെ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഫിറോവിനെ പോലെയുള്ള ഉദാഹരണങ്ങൾ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. വിഭവങ്ങളുടെ കുറവ്. ഭൂമിയിലെ വിഭവങ്ങൾ പരിമിതമാണ്.
മരണമില്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിക്ക് അത് താങ്ങാൻ കഴിയാതെ വരികയും ചെയ്യും. ഇത് വലിയ കുഴപ്പങ്ങൾക്കും യുദ്ധങ്ങൾക്കും വഴിവെക്കും. മനഃശാസ്ത്രപരമായി മരണം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെയും ചിന്താഗതിയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. അലസത. സമയം പരിമിതമാണെന്ന ബോധ്യമാണ് മനുഷ്യനെ ജോലി ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടാനും പ്രേരിപ്പിക്കുന്നത്. അനന്തമായ സമയമുണ്ടെങ്കിൽ മനുഷ്യൻ അങ്ങേയറ്റം അലസനാകാനാണ് സാധ്യത. ജീവിതത്തിൻ്റെ മൂല്യം. ഒരു വസ്തുവിൻ്റെ മൂല്യം അത് അവസാനിക്കും എന്നതിലാണ്. പ്രിയപ്പെട്ടവരെന്നും കൂടെ ഉണ്ടാകുമെങ്കിൽ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും ഇന്നുള്ള ആഴം നഷ്ടപ്പെടും. വിരസത. ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് വലിയ മാനസിക വിരസതയുണ്ടാക്കും. പുതിയ അനുഭവങ്ങൾ ഇല്ലാത്ത അവസ്ഥ മാനസികാരോഗ്യത്തെ തകർക്കും. ഭയമില്ലായ്മ. അപകടങ്ങളെയും രോഗങ്ങളെയും ഭയപ്പെടുന്നത് മരണം സംഭവിക്കുമെന്നതിലാണ്. ഈ ഭയം ഇല്ലാതാകുമ്പോൾ മനുഷ്യൻ കൂടുതൽ അപകടകരമായ രീതിയിൽ പെരുമാറിയേക്കും. ചുരുക്കത്തിൽ, മരണം എന്നത് ഒരു അനുഗ്രഹമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നു അത് ജീവിതത്തിന് ഒരു ലക്ഷ്യവും അച്ചടക്കവും നൽകുന്നു. മരണമില്ലായിരുന്നുവെങ്കിൽ ഭൂമി സമാധാനപരമായ ഒരിടമാകുന്നതിന് പകരം അരാജകത്വവും അഹങ്കാരവും നിറഞ്ഞ ഒരിടമായി മാറുമായിരുന്നു. ഓരോ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. ഖുർആൻ 3:185. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വിവരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മരണശേഷം മരണം മുതൽ പുനരുദ്ധാനം വരെയുള്ള ഇടക്കാല അളവിനെയാണ് ബർസഖ് എന്ന് വിളിക്കുന്നത്. ഇത് ഭൗതിക ലോകത്തിനും പരലോകത്തിനും ഇടയിലുള്ളൊരു മറയായിട്ടാണ് പറയുന്നത്. ഖബറിലെ ചോദ്യം ചെയ്യൽ ഇവിടെയാണ് നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. മാലാഖമാരായ മുൻകറും നക്കീറും വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുകയും അതനുസരിച്ച് ഒരാൾക്ക് ഖബറിൽ സമാധാനമോ ശിക്ഷയോ ലഭിക്കുകയും ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ഖുർആൻ ഈ ഒരു കാര്യത്തെ പറയുന്നില്ല എങ്കിലും ഹദീസുകളിൽ ഇത് വ്യക്തമാണ്. പുനരുദ്ധാനം. ലോകം അവസാനിക്കുകയും അന്ത്യനാളിൽ പിന്നീട് എല്ലാവരും ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണിത്. സൂർ. ഇസ്രാഫീൽ എന്ന മലക്ക് ഒരു കാഹളത്തിൽ ഊതുന്നതോടുകൂടി ലോകം നശിക്കുകയും രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഹ്ശറ. വിചാരണയ്ക്കായി എല്ലാ മനുഷ്യരും ഒരിടത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെ സൂര്യൻ വളരെ അടുത്തായിരിക്കുമെന്നും ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കുമെന്നും പറയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ടുന്ന ഒരു ഘട്ടമാണിത്. കർമ്മപുസ്തകം. ഓരോരുത്തരുടെയും നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ പുസ്തകം നൽകപ്പെടും. വലത് കൈയിൽ കിട്ടുന്നവർ വിജയികളും ഇടത് കൈയിലോ പുറകിലോ ലഭിക്കുന്നവർ പരാജയപ്പെട്ടവരുമാണ്. മീസാൻ. നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന തുലാസാണിത്. നന്മയുടെ തട്ട് തൂങ്ങുന്നവർക്ക് സ്വർഗം ലഭ്യമാകും. സിറാത്ത് പാലം. നരകത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു പാലമാണിത്. ഒരാൾ ഈ ലോകത്തെ കർമ്മങ്ങളുടെ പ്രകാശം അനുസരിച്ചായിരിക്കും ഈ പാലം കടക്കുക. ചിലരൊക്കെ മിന്നൽ വേഗത്തിലും ചിലർ ഓടിയും ചിലർ ഇഴഞ്ഞും ഇത് കടക്കും. പാപികൾ ഇതിൽ നിന്ന് നരകത്തിലേക്ക് വീണു പോകും. സ്വർഗവും നരകവും. ഇതാണ് ശാശ്വതമായ അവസാന ഇടം, ജന്നത്ത്. വിവരിക്കാനാവാത്ത സുഖസൗകര്യങ്ങൾ ഉള്ള ഇടം. അവിടെ ദുഃഖമോ രോഗമോ വാർദ്ധക്യമോ മരണമോ ഇല്ല എന്ന് പറയുന്നു. അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ജഹന്നം. കഠിനമായ ശിക്ഷകളുള്ള ഇടം. ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ മനുഷ്യർ ഇവിടെ ശിക്ഷിക്കപ്പെടും. മനഃശാസ്ത്രപരമായ സ്വാധീനം. ഈ വിശ്വാസം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നു. കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ ഇതൊരു പരീക്ഷണമാണെന്നും ഇതിന് പകരമായി സ്വർഗം ലഭിക്കുമെന്നുള്ള ചിന്ത മാനസികമായ കരുത്ത് നൽകുന്നു. വിചാരണ വേളയിൽ ചോദിക്കപ്പെടുന്ന പ്രധാന 5 ചോദ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒരാൾക്കും ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന്. അവ താഴെ പറയുന്നവയാണ്. ആയുസ് എങ്ങനെ ചിലവഴിച്ചു? തനിക്ക് ലഭിച്ച ജീവിതകാലം മുഴുവൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അള്ളാഹുവിന് കീഴ്പ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ജീവിച്ചത് എന്നിവിടെ വിചാരണ ചെയ്യപ്പെടും. യൗവനം എങ്ങനെ വിനിയോഗിച്ചു? ആയുസിനെക്കുറിച്ച് പൊതുവായ ചോദ്യമുണ്ടെങ്കിലും യൗവനത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കപ്പെടും. കാരണം മനുഷ്യന് ഏറ്റവും ആരോഗ്യവും ബുദ്ധിയും ആവേശവുമുള്ള സമയമാണത്. ആ കരുത്ത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഉപയോഗിച്ചത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി പറയുന്നു. 3. സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു? സമ്പത്തിനെക്കുറിച്ച് 2 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് വരുമാന മാർഗത്തെക്കുറിച്ചാണ്. പണമുണ്ടാക്കാൻ ഉപയോഗിച്ച വഴി ഹലാലായ, അതായത് അനുവദനീയമായ വഴിയിലൂടെ ആയിരുന്നു എന്നതാണ്. സമ്പത്തുണ്ടാക്കിയ വഴി അനുവദനീയമായ രീതിയിലായിരുന്നുവോ അതോ പലിശ, മോഷണം, വഞ്ചന തുടങ്ങിയ ഹറാമായ അല്ലെങ്കിൽ നിഷിദ്ധമായ രീതിയിലായിരുന്നോ എന്ന് മറുപടി പറയേണ്ടതായി വരും. സമ്പത്ത് എങ്ങനെ ചിലവഴിച്ചു? 4ാമത്തെ ചോദ്യം. സമ്പാദിച്ച പണം എന്തിനൊക്കെ വേണ്ടിയാണ് ചിലവാക്കിയത് എന്നതാണ് 2ാമത്തെ ചോദ്യം. ദൂർത്തടിച്ചോ? ആഡംബരത്തിന് മാത്രമായി ഉപയോഗിച്ചോ? അതോ ദാനധർമ്മങ്ങൾക്കും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണോ ചിലവാക്കിയത് എന്ന് പരിശോധിക്കപ്പെടും. അറിവനുസരിച്ച് പ്രവർത്തിച്ചോ? 5ാമത്തെ ചോദ്യം. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയോ എന്നതാണ് അവസാനത്തെ ചോദ്യം.
അറിവ് നേടുക എന്നത് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ഉപയോഗിച്ചോ എന്നിവർ ചോദിക്കപ്പെടും. ഈ 5 ചോദ്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സമയം, ആരോഗ്യം, സാമ്പത്തികം, അറിവ് എന്നിവയെ ഉൾക്കൊള്ളുന്നവയാണ്. ഇവയെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്തായി നയിക്കാൻ സഹായിക്കുന്നു. തൻ്റെ ആയുസ് എന്തിൽ നശിപ്പിച്ചു, തൻ്റെ യൗവനം എന്തിൽ ചിലവഴിച്ചു, തൻ്റെ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, അതിൽ എന്ത് ചിലവഴിച്ചു, തൻ്റെ അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നിവയെക്കുറിച്ച് ചോദിക്കപ്പെടാതെ ആദം സന്തതികളുടെ പാദങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും നീങ്ങുകയില്ല എന്ന് തിർമിദി ഹദീസിൽ വ്യക്തമായി പറയുന്നുണ്ട്. പരലോകത്തെ ഈ വിചാരണ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ സൽക്കർമ്മങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പരലോകത്ത് വിചാരണ എളുപ്പമാക്കാനും നന്മയുടെ തട്ട് തൂങ്ങാനും സഹായിക്കുന്ന ചില ലളിതമായ കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ സൂചിപ്പിച്ച സദക്ക ജാരിയ. അതിനെക്കുറിച്ച് മറ്റ് ചില ലളിതമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. സദക്ക, തുടർച്ചയായ പുണ്യം. ഒരാൾ മരിച്ചാലും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവൃത്തികളെയാണിത് പറയുന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഉപകാരപ്രദമായ അറിവ്. നിങ്ങൾ ഒരാളെ ഒരു നന്മ പഠിപ്പിച്ചു, അദ്ദേഹം അത് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിർമ്മാണങ്ങൾ, അതായത് ഒരു കിണർ കുഴിക്കുക, പള്ളി പണിയുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകാനുള്ള സംവിധാനം ഒരുക്കുക. സൽസ്വഭാവികളായ മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെ വളർത്തിയെടുക്കുക. സൽസ്വഭാവം. പരലോകത്തെ തുലാസിൽ ഏറ്റവും കൂടുതൽ തൂക്കമുണ്ടാകുന്ന കാര്യം സൽസ്വഭാവമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരോടുള്ള കാരുണ്യം, പുഞ്ചിരി, സത്യസന്ധത എന്നിവ വളരെ ചെറിയ കാര്യങ്ങളായി നമുക്ക് തോന്നുമെങ്കിലും വിചാരണ വേളയിൽ ഇവയ്ക്ക് വലിയ മൂല്യമുണ്ടാകുമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ലളിതമായ ദിക്റുകൾ. നാവിന് വളരെ എളുപ്പമുള്ളതും എന്നാൽ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതുമായ ചില വാക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹില്ലദീ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹില്ലദീ. അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, അവൻ എത്രയോ പരിശുദ്ധൻ. ഈ വചനം മീസാനിൽ വലിയ തൂക്കമുള്ളതാണെന്ന് ഹദീസുകളിൽ കാണാം. മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്. ഖുർആൻ ഓതുന്നത് പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുമെന്നും പഠിപ്പിക്കുന്നു. 5. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കൽ. ഈ ലോകത്ത് ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കുന്നതിനെ പരലോകത്തെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇളവ് നൽകുകയോ സഹായിക്കുകയോ ചെയ്യുന്നത് ഇതിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ നന്മകൾ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പ്രതിഫലമുള്ളതാണ്. ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണത്തോളം ധർമ്മം ഒരാൾ ചെയ്തുവെങ്കിൽ നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണത്തോളം ധർമ്മം ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് വലിപ്പമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലെ ആത്മാർത്ഥതയാണ് ഇവിടെ പ്രധാനം. ഇതുമായി ബന്ധപ്പെട്ട് മരണം സംഭവിക്കുന്ന സമയത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിക വിജ്ഞാനപ്രകാരം വളരെ ഗൗരവമേറിയ ഒരു ഘട്ടമാണിത്. സക്രാത്തുൽ മൗത്ത്, മരണവേദന. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന സമയത്തെയാണ് സക്രാത്ത് എന്ന് വിളിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് മലക്കുകൾ പ്രസന്നതയോടുകൂടിയുള്ള മുഖത്തോടുകൂടി വരികയും സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യും. ജീവൻ വളരെ എളുപ്പത്തിൽ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ പുറത്തു വരുമെന്നും ഹദീസുകൾ വ്യക്തമാക്കുന്നു. അവിശ്വാസികൾക്ക്, അതായത് പാപികൾക്ക്, മലക്കുകൾ ഗൗരവത്തിൽ വരികയും കഠിനമായ വേദനയോടെ ജീവൻ പിഴുതെടുക്കുകയും ചെയ്യുമെന്നും പറയുന്നു. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മാലാക. മരണസമയത്ത് അസ്രായീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നേരിട്ട് വരികയും ആത്മാവിനെ ഏറ്റുവാങ്ങുകയും ചെയ്യും. ആ വ്യക്തിയുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കാരുണ്യത്തിൻ്റെയോ ശിക്ഷയുടെയോ മലക്കുകൾ കൂടെ ഉണ്ടാകുന്നതായിരിക്കും. മരണം എളുപ്പമാകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. മരണസമയം ശാന്തമാകാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനും ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് സൽക്കർമ്മങ്ങൾ. ജീവിതകാലത്ത് നന്മകളിൽ വ്യാപൃതനാവുക. നാം എന്തിലാണോ ജീവിക്കുന്നത് അതിലായിരിക്കും മരണം സംഭവിക്കുക. പ്രാർത്ഥന. അള്ളാഹുവേ, സക്രാത്തിൻ്റെ പ്രയാസങ്ങളിൽ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രവാചകൻ പോലും പ്രാർത്ഥിച്ചിരുന്നു. തൗബ, പശ്ചാത്താപം. മരണം എത്തുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് തെറ്റുകൾ മാപ്പ് ചോദിക്കുക. മരണസമയം ഉറപ്പില്ലാത്തതാകയാൽ എപ്പോഴും തൗബയിലായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മരിക്കാൻ കിടക്കുന്നവരോടുള്ള കടമ. മരിക്കാൻ കിടക്കുന്നവരോട് അടുത്തുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മരിക്കാൻ പോകുന്ന ആൾക്ക് അരികിലിരുന്ന് പതുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ഇത് അവരെക്കൊണ്ട് നിർബന്ധിച്ച് ചൊല്ലിക്കുകയും അരുത്, മറിച്ച് അവർ കേൾക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. സൂറത്ത് യാസീൻ ഓതുന്നത് മരണവേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്.
അവരെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കുക. മനഃശാസ്ത്രപരമായ വശം നോക്കുകയാണെങ്കിൽ മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നത് ഒരു മനുഷ്യനെ അനാവശ്യമായ ആകുലതകളിൽ നിന്ന് മോചിപ്പിക്കാനും ജീവിതത്തിൽ കൂടുതൽ വിനയമുള്ളവനാകാനും സഹായിക്കും. എല്ലാം ഇവിടെ അവസാനിക്കുമെന്ന ചിന്ത അമിതമായ മോഹങ്ങളെ കുറയ്ക്കും. മരണത്തിന് ശേഷം ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കുന്ന 3 പ്രധാന ചോദ്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഖബറിലെ ജീവിതം ബർസഖ് ആരംഭിക്കുന്നത് മലക്കുകളുടെ ചോദ്യം ചെയ്യലിലൂടെയാണ്. ഒരാളെ ഖബറടക്കി ബന്ധുക്കൾ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം മരിച്ച ആൾ കേൾക്കുമെന്നും ആ സമയത്ത് മുൻകർ നക്കീർ എന്ന 2 മലക്കുകൾ വന്ന് 3 പ്രധാന ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഇവയാണ്: മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, നിന്റെ നാഥൻ ആരാണ്? ജീവിതകാലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തവർക്ക് എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് മറുപടി നൽകാൻ സാധിക്കും. എന്നാൽ അള്ളാഹു അല്ലാത്തവയെ ആരാധിച്ചവർക്ക്, ഈ ദൈവചിന്തയില്ലാതെ ജീവിച്ചവർക്കും ഉത്തരം നൽകാൻ ഒരിക്കലും സാധിക്കുകയില്ല. മദീനുക്ക, ഏതാണ് നിന്റെ മതം? ഇസ്ലാം ഒരു കേവല വിലാസമല്ല, മറിച്ച് ജീവിതചര്യയായി സ്വീകരിച്ചവർക്ക് മാത്രമേ എൻ്റെ മതം ഇസ്ലാമാണ് എന്ന് ഇവിടെ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ പാലിക്കാത്തവർക്ക് ആ സമയത്ത് ഉത്തരം നാവിലുണ്ടാവില്ലെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. 3. മൻ ഹാദർ റജുൽ, അദ്ദേഹം ആരാണ്? മുഹമ്മദ് നബിയെക്കുറിച്ചാണ് ഈ ചോദ്യം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടോ ആയിരിക്കും ഈ ചോദ്യം. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വിശ്വാസികൾ മറുപടി പറയും. പ്രവാചകൻ്റെ ചര്യകൾ, സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചവർക്ക് മാത്രമേ ഈ ചോദ്യം എളുപ്പമാവുകയുള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥ വിജയിച്ചവർക്ക്, ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കപ്പെടുമെന്ന് പറയുന്നു. അവിടെ നിന്നുള്ള സുഗന്ധവും കാറ്റും ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അവരുടെ ഖബർ വിശാലമാകപ്പെടുകയും ചെയ്യും. പരാജയപ്പെട്ടവർക്ക്, ഉത്തരം നൽകാൻ കഴിയാത്തവർക്ക് നരകത്തിലേക്കുള്ള ഒരു വാതിലും തുറക്കപ്പെടും. അവരുടെ ഖബർ ഇടുങ്ങിയതാവുകയും അന്ത്യനാൾ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യങ്ങൾ നമ്മുടെ ലൗകികമായ അറിവ് പരിശോധിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ഈമാൻ വിശ്വാസം പരിശോധിക്കാനുള്ളതാണ്. എത്ര വലിയ പണ്ഡിതനായാലും ജീവിതത്തിൽ പകർത്തിയിട്ടില്ലെങ്കിൽ ഉത്തരം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മരണം എപ്പോഴും പ്രതീക്ഷിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. സ്വർഗത്തെക്കുറിച്ച്, ജന്നത്ത്, ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള വിവരങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ ഹൃദയവും ചിന്തിച്ചിട്ടില്ലാത്തതുമായ സുഖങ്ങളാണ് അവിടെയുള്ളത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അവിടുത്തെ ചില സുഖ സൗകര്യങ്ങൾ താഴെ പറയുന്നവയാണ്: വാർദ്ധക്യവും രോഗവുമില്ലാത്ത ജീവിതം. സ്വർഗനിവാസികൾക്ക് ഒരിക്കൽ പോലും വയസ്സാവുകയില്ല. എല്ലാവരും ഏകദേശം 33 വയസ്സുള്ള യുവാക്കളായിട്ടായിരിക്കും അവിടെ കഴിയുക. അവിടെ രോഗങ്ങളോ ക്ഷീണമോ മലമൂത്ര വിസർജനമോ ഉറക്കമോ പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അത്ഭുതകരമായ വീടുകളും കൊട്ടാരങ്ങളും ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ കെട്ടിടങ്ങൾ സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. കസ്തൂരിയാണ് അവയെ ഒട്ടിച്ചു വയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ കൂടാരങ്ങളും അവിടെ ഉണ്ടാകുമെന്നും പറയുന്നു. ഭക്ഷണവും പാനീയങ്ങളും, ആഗ്രഹിക്കുന്ന ഏത് ഭക്ഷണവും പാനീയവും കൺമുന്നിൽ എത്തുമെന്നും പറയുന്നു. സ്വർഗത്തിൽ 4 തരം അരുവികളുള്ളതായിട്ട് പറയുന്നു: ശുദ്ധജലം, പാൽ, തേൻ, ലഹരിയില്ലാത്ത മദ്യം. പഴങ്ങൾ പറിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലേണ്ടതില്ല, അവയുടെ ചില്ലകൾ താഴേക്ക് ചാഞ്ഞു വരുമെന്നും പഠിപ്പിക്കുന്നു. സുന്ദരമായ പ്രകൃതി, തണൽ വിരിച്ചു നിൽക്കുന്ന മരങ്ങളും ഒഴുകുന്ന അരുവികളും സ്വർഗത്തിലെ മണ്ണും ചെടികളും കസ്തൂരിയും കുങ്കുമവും പോലെയുള്ള സുഗന്ധമുള്ളതാണ്. മാനസികമായ സമാധാനം, അവിടെ സങ്കടമോ ദേഷ്യമോ അസൂയയോ ഇല്ല. എല്ലാവരുടെയും ഹൃദയങ്ങൾ ശുദ്ധമായിരിക്കും. വെറുപ്പുണ്ടാക്കുന്ന സംസാരങ്ങളോ അനാവശ്യ കാര്യങ്ങളോ അവിടെ കേൾക്കുകയില്ല. സമാധാനം എന്ന വചനം മാത്രമായിരിക്കും അവിടെ എങ്ങും മുഴങ്ങിക്കേൾക്കുക. ഏറ്റവും വലിയ സുഖം, സ്വർഗത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളെക്കാളും ഏറ്റവും വലുതായിട്ട് പറയുന്നത് അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നതോടെ സ്വർഗവാസികളുടെ സന്തോഷം പൂർണ്ണമാകും. സ്വർഗത്തിൽ പോകുന്നവർ ഒരിക്കലും അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരില്ല. മരണം അവിടെ കൊല ചെയ്യപ്പെടും. അതായത് മരണമില്ലാത്ത അനന്തമായ ജീവിതം. സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദമായി നോക്കാം. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ടെന്നും ഓരോ കവാടത്തിലൂടെയും പ്രവേശിക്കുന്നത് ഈ ലോകത്ത് വെച്ച് പ്രത്യേകമായ ചില സൽക്കർമ്മങ്ങൾ ചെയ്ത മുൻപന്തിയിൽ നിന്നവരായിരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കവാടങ്ങൾ ഇവയാണ്: നിസ്കാരത്തിൽ അതീവ ജാഗ്രത പുലർത്തുകയും കൃത്യസമയത്ത് ഭയഭക്തിയോടെ നിസ്കരിക്കുകയും ചെയ്തവർ ഈ കവാടത്തിലൂടെയാണ് പ്രവേശിക്കപ്പെടുന്നത്. 2. ബാബുൽ ജിഹാദ്,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയവരും ധീരത കാണിച്ചവരും പ്രവേശിക്കപ്പെടുന്ന കവാടമാണിത്. 3. നോമ്പനുഷ്ഠിച്ചവർക്ക് മാത്രമായുള്ള കവാടമാണിത്. നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വാതിൽ അടയ്ക്കപ്പെടും. സ്വതക്ക, ദാനധർമ്മങ്ങൾ ധാരാളമായി നൽകിയവർ പ്രവേശിക്കപ്പെടുന്ന കവാടമാണ് സ്വർഗത്തിൻ്റെ 4ാമത്തെ വാതിൽ. സ്വർഗത്തിലെ 5ാമത്തെ വാതിൽ ഐമാൻ. വിചാരണയൊന്നും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹരായവർക്ക് വേണ്ടിയുള്ള കവാടമാണിത്. ഇവരെ സ്വർഗത്തിൻ്റെ വലതുവശത്തുള്ള കവാടത്തിൽ പ്രവേശിപ്പിക്കും. 6. കോപം നിയന്ത്രിക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് നൽകുകയും ചെയ്തവർക്ക് വേണ്ടിയുള്ള കവാടമാണ് സ്വർഗത്തിൻ്റെ 6ാമത്തെ കവാടം. 7. അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തരായവർക്കും അള്ളാഹുവിനെ സ്നേഹിച്ചവർക്കും വേണ്ടിയുള്ള കവാടമാണ് 7ാമത്തെ കവാടം. 8. ഹജ്ജ് കർമ്മം കൃത്യമായി നിർവഹിച്ചവർ ഈ കവാടത്തിലൂടെ പ്രവേശിക്കും. ചില പണ്ഡിതന്മാർ ബാബുൽ തൗബ അഥവാ പശ്ചാത്താപത്തിൻ്റെ കവാടത്തെക്കുറിച്ചും സൂചിപ്പിക്കാറുണ്ട്. ഒരു പ്രത്യേകത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, ഒരാൾക്ക് ഈ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടാൻ സാധിക്കുമോ? പ്രവാചകൻ മറുപടി നൽകി, അതെ, താങ്കൾ അവരിൽ ഒരാളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മയിൽ ഉറച്ചു നിൽക്കുകയും അത് ആത്മാർത്ഥമായി ചെയ്യുകയും ചെയ്താൽ ആ കവാടത്തിലൂടെ നമ്മയും മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കാൻ കാരണമാകുന്ന ആ 2 കാര്യങ്ങൾ ഇവയാണ്. തഖ്വ, അതായത് ദൈവഭക്തി. അള്ളാഹു എപ്പോഴും തന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നന്മകൾ ചെയ്യാനും ഈ ഭക്തി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. 2. സൽസ്വഭാവം. മറ്റുള്ളവരോടുള്ള നല്ല പെരുമാറ്റം, വിനയം, കാരുണ്യം, സത്യസന്ധത, ക്ഷമ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ചും പുരുഷന്മാരെക്കുറിച്ചും ചില പ്രത്യേക വിവരണങ്ങൾ കൂടി ഖുർആനിലുണ്ട്. സൗന്ദര്യം. സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവർ അതീവ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുമെന്ന്, ഭൂമിയിൽ ഉണ്ടായിരുന്ന വൈകല്യങ്ങളോ കുറവുകളോ അവിടെ ഉണ്ടാവില്ല എന്നും പറയുന്നു. ഹൂറികൾ. സ്വർഗവാസികൾക്കായി അള്ളാഹു ഒരുക്കിയിട്ടുള്ള അതീവ സുന്ദരികളായ ഇണകളാണ് ഹൂറികൾ, ഭൂമിയിലെ സ്ത്രീകൾ. എന്നാൽ ഭൂമിയിൽ ജീവിച്ച് ഇബാദത്തുകൾ ചെയ്യുകയും സ്വർഗത്തിലെത്തുന്ന സ്ത്രീകൾ ഹൂറികളെക്കാൾ ശ്രേഷ്ഠരും സൗന്ദര്യമുള്ളവരും ആയിരിക്കുമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. കാരണം അവർ പരീക്ഷണങ്ങളുടെ ലോകത്ത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണ്. കുടുംബം. ഒരാളുടെ കുടുംബാംഗങ്ങളും ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ വിശ്വാസികളാണെങ്കിൽ അവരെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമെന്നും അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒരു വലിയ അനുഗ്രഹം. സ്വർഗത്തിൽ വെച്ച് അള്ളാഹു അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും വേണോ? സ്വർഗവാസികൾ പറയും, നാഥാ, നീ ഞങ്ങൾക്ക് എല്ലാം തന്നുവല്ലോ. അപ്പോൾ അള്ളാഹു പറയും, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും കോപിക്കുകയില്ല. നിങ്ങളിൽ ഞാൻ എന്നേക്കുമായി സംതൃപ്തനായിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു സന്തോഷം സ്വർഗത്തിലുണ്ടാവുകയില്ല. സ്വർഗത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. ഇനി നമുക്ക് നരകത്തെക്കുറിച്ചും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ജഹന്നം, അതായത് നരകം. നരകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ മനുഷ്യന് താക്കീത് നൽകാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്തായവർക്കും അഹങ്കാരികൾക്കും വേണ്ടിയുള്ള ഇടമാണിത്. നരകത്തിലെ ചില അവസ്ഥകളെയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ചില വഴികളും നമുക്ക് നോക്കാം. നരകത്തിലെ ശിക്ഷകൾ. അഗ്നി. ഭൂമിയിലെ തീയേക്കാൾ 70 മടങ്ങ് ശക്തിയുള്ളതാണ് നരകത്തിലെ തീയ്. ഇത് ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്നതാണെന്ന് ഖുർആൻ പറയുന്നു. ഭക്ഷണവും പാനീയവും. നരകവാസികൾക്ക് വിശക്കുമ്പോൾ ദരിയ്, അതായത് മുള്ളുചെടി, സക്കുവും കൈപ്പുള്ള മരം എന്നിവയാണ് നൽകപ്പെടുക. ദാഹിക്കുമ്പോൾ തിളച്ചു മറിയുന്ന വെള്ളവും മുറിവുകളിൽ നിന്നൊലിക്കുന്ന പഴുപ്പും അവർക്ക് കുടിക്കേണ്ടതായി വരും. വസ്ത്രം. അവർക്ക് തീ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത്. നരകത്തിലെ കാവൽക്കാർ. മാലിക് അലൈഹിസ്സലാം എന്ന മലക്കാണ് നരകത്തിലെ പ്രധാന കാവൽക്കാരൻ. അദ്ദേഹത്തിന് പുറമെ അതിശക്തരായ 19 മലക്കുകൾ നരകത്തിന് കാവലായുണ്ട്. ശിക്ഷിക്കപ്പെടുന്നവരുടെ നിലവിളികൾ അവിടെ ഒന്നിനും തടസ്സമാവുകയില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള പ്രധാന വഴികൾ ഇവയൊക്കെയാണ്. തൗബ, അതായത് പശ്ചാത്താപം. മരിക്കുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക. അള്ളാഹു എത്ര വലിയ പാപവും പുറത്തുന്നവൻ. ഈ ലോകത്ത് നമ്മൾ എത്രത്തോളം തന്നെ സാമ്പത്തികമായുള്ള ഉന്നതികൾ കൈവരിച്ചാലും എത്രത്തോളം തന്നെ മഹത്വം കൈവരിച്ചാലും എല്ലാം സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ള സത്യത്തെ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, സ്വർഗവാസികൾക്ക് സമാധാനം കൊണ്ടായിരിക്കും അവരെ വരവേൽക്കുന്നത് എന്ന്. ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് സമാധാനം തന്നെയാണ്. ആകയാൽ നിങ്ങൾക്കേവർക്കും സമാധാനമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറാൻ സാധ്യതയുള്ളതാണ്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.